മനം തുറന്നാലെന്ന മാനസികാരോഗ്യ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കളുടെ പങ്ക് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ എപ്പിസോഡിലും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് അറിയാനുണ്ട്. സിസ്റ്റർ, ഒരു കൃത്യമായിട്ടുള്ള ഒരു പാരന്റിങ് സ്റ്റൈൽ അത്യാവശ്യമാണോ കുട്ടികളുടെ വളർച്ചയിൽ? തീർച്ചയായും നമ്മൾ ഒരു പാരൻസ് അല്ലെ മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുന്ന രീതി അല്ലെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോടൊപ്പം ജീവിക്കുന്ന രീതി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാരന്റിങ് സ്റ്റൈൽ ഇല്ല. പക്ഷേ ക്രോഡീകരിക്കപ്പെടുന്ന ചില പാരന്റിങ് സ്റ്റൈലുകൾ അല്ലെങ്കിൽ രക്ഷകർതൃത്വം കുട്ടികൾക്ക് ഏറ്റവും ഉപകാരപ്രദം ഏതാണോ അതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ ആക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിജയകരമായ രക്ഷകർതൃത്വം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പെർഫെക്റ്റ് എന്നതിനേക്കാൾ കൂടുതലായിട്ട് വിജയകരമായ രക്ഷകർതൃത്വം എന്നത് ആയിട്ട് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അതേതൊക്കെയാണ്? എനിക്ക് തോന്നുന്നു ഇതിനു മുൻപുള്ള ഒരു എപ്പിസോഡിൽ നമ്മളൊരു പെർമിസീവ് ടൈപ്പിനെ കുറിച്ച് നമ്മൾ കണ്ടായിരുന്നു. അതായത് മാതാപിതാക്കള് മക്കളോട് എല്ലാ കാര്യത്തിനും ഒരു പെർമിഷൻ, അതായത് അവരെന്താ ചെയ്യേണ്ടത്. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് സ്നേഹം, പരിരക്ഷ, സ്വാതന്ത്ര്യം. അപ്പൊ ഈ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം കുഞ്ഞ് ഏതുവരെ പോകാം. അതായത് നമ്മളൊരു കാര്യത്തെ മോൾഡ് ചെയ്തെടുക്കുകയാണ്. അതായത് ഒരു കാര്യത്തിൽ നിന്ന് അവർക്ക് തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് വരാനുള്ള ഒരു ശിക്ഷണ ശൈലി കൂടി മാതാപിതാക്കൾ ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ശിക്ഷണ ശൈലി ഇല്ലാതെ സ്നേഹമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പൂർണ്ണമായൊരു സ്വാതന്ത്ര്യത്തോടു കൂടി വളരാനായിട്ട് അനുവദിക്കുന്നു. അപ്പൊ സ്വാതന്ത്ര്യം നല്ലത് തന്നെയാണ്. പക്ഷെ ഈ സ്വാതന്ത്ര്യം കുഞ്ഞുങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായിരിക്കണം. ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്ത രീതിയിൽ കുഞ്ഞുങ്ങളെ വെറുതെ സ്വാതന്ത്ര്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു അഴിച്ചുവിട്ട സ്ഥിതിയിലേക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ വിടാൻ പാടില്ല. ചെറിയ പട്ടമത്തിന്റെ ഒരു ചെരട് നമ്മുടെ കയ്യിൽ. തീർച്ചയായിട്ടും അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ഏത് തരത്തിലുള്ള സ്വാതന്ത്ര്യം എങ്ങനെ എത്രമാത്രം കൊടുക്കാം എന്നുള്ളത് പല പാരന്റ്സിനും സംശയം. നമ്മൾ തീർച്ചയായിട്ടും അത് ഓർക്കേണ്ടത് നമ്മുടെ ആ കുഞ്ഞിന്റെ പ്രായത്തിനനുസരിച്ച്. ഇപ്പൊ നമ്മൾ പറയാണ് എവിടെയും പോകാനുള്ളൊരു സ്വാതന്ത്ര്യം കുഞ്ഞിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു 6 വയസ്സുള്ള കുഞ്ഞിനോട് നമ്മൾ നീ രാവിലെ പോയിക്കോ വൈകുന്നേരം കയറി വന്നാൽ മതി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ കുഞ്ഞിന്റെ പ്രായം നമ്മൾ നോക്കണം. ഇതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണെന്ന് നമ്മൾ പറയില്ലേ, ഇതുപോലെ തന്നെ ഓരോ കുഞ്ഞുങ്ങളും വ്യത്യസ്തരാണ്. ചിലപ്പോ ഒരു 3 കുട്ടികളുള്ളൊരു കുടുംബത്തില് 3 പേരെയും നോക്കുന്നത് ഒരേ മാതാവും പിതാവും തന്നെയാണ്. പക്ഷേ കുഞ്ഞുങ്ങൾ 3 പേരും ആ അനുഭവത്തിലേക്ക് ഒരു വളർച്ചയുടെ അല്ലെ വളർത്തലിന്റെ അനുഭവത്തിലേക്ക് വരുന്നത് വ്യത്യസ്തമായ തലത്തിലാണ്. അത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ മൂത്ത കുട്ടികള് ആ കുട്ടികൾ കുറച്ചും കൂടി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടി കാണിക്കുന്നവരായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നാൽ അത് ഈ ഒരു പാരന്റിങ്ങിന്റെ പ്രശ്നമാണോ? അല്ലെങ്കിൽ രണ്ടാമത്തെ കുട്ടി അല്ലെങ്കിൽ ഇളയ കുട്ടി കുറച്ചും കൂടി സ്വതന്ത്രമായിട്ട് അവന്റെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ശീലിക്കുന്നത്? എനിക്ക് തോന്നുന്നത് നമുക്കിപ്പോ ഒരു ബർത്ത് ഓർഡറിൽ ഇന്നയാളാണ് ഇത് ചെയ്യുന്നത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും കുറച്ചുകൂടി ഉത്തരവാദിത്വത്തിലേക്ക് വരുന്നത് മൂത്ത കുഞ്ഞാണ്. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവളെ സംബന്ധിച്ചിടത്തോളം പാരൻസിനോട് ഏറ്റവും അടുത്ത്, അതായത് നമ്മൾ പറയുന്ന ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴാണ് ഒരു രക്ഷകർത്താവ് അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയും ജനിക്കുന്നത്. അപ്പൊ അവരോട് ഏറ്റവും കൂടുതൽ അവരുടെ ട്രയൽ ആൻഡ് എറർ മുഴുവൻ നടക്കുന്നത് കൂടുതലും ഈ കുഞ്ഞുങ്ങളിലായിരിക്കും. അപ്പോൾ ഒരു സെക്കൻഡ് ബേബിയിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇവര് ആ സെക്കൻഡ് ബേബിയെ മാതാപിതാക്കൾ നോക്കുന്ന ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി കുഞ്ഞിന് കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്വം വരുന്നുണ്ട്. എന്ന് വെച്ച് എല്ലാ അതായത് ഫസ്റ്റ് ബോണിനും ഇതേപോലെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാകണമെന്നില്ല. പക്ഷെ കമ്പാരിറ്റീവ്ലി നമ്മൾ കാണുന്നത് മൂത്ത കുട്ടികളാണ് കുറച്ചും കൂടി ഒരു ഉത്തരവാദിത്വത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ ആ ഒരു കുറച്ചുകൂടി കാര്യങ്ങളെ ഗ്രഹിക്കാനായിട്ടുള്ളൊരു പക്വത കൂടുതൽ നമ്മൾ മൂത്ത കുഞ്ഞുങ്ങളിൽ ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. ചില സ്റ്റഡീസും വീട്ടിലെ പ്രശ്നങ്ങൾ കൂടുതലും മനസ്സിലാക്കുന്നവര് മൂത്ത കുഞ്ഞുങ്ങളായിരിക്കും. പിന്നെ അവിടെ വേറൊരു കാര്യം വരിക എന്ന് വെച്ച് കഴിഞ്ഞാല്
ചിലര് മൂത്ത കുട്ടികളാണ്, അപ്പൊ അവർക്ക് എങ്ങനെയാണ് ഒരു കുഞ്ഞിനോട് എങ്ങനെ പെരുമാറേണ്ടെന്ന് അറിയത്തില്ല. അതെ അതെ. അപ്പൊ അതുമൂലം ചിലപ്പോ ഒരു തെറ്റായ രക്ഷകർതൃത്വത്തിന്റെ പേരില് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു വികസനം നടക്കണമെന്നില്ല. പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഈ പാരന്റിങ് സ്റ്റൈലിൽ പറഞ്ഞതുപോലെ ചിലരുണ്ട് ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള, അതായത് മാതാപിതാക്കൾ പെട്ടെന്ന് പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ മാതാപിതാക്കളാണ്, ഞങ്ങൾ എന്തു പറയുന്നുവോ അത് കുഞ്ഞങ്ങ് അനുസരിച്ചാൽ മതി. അപ്പം എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻ, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഒരു പ്രത്യേക വസ്തുതകളും നിബന്ധനകളും, അത് നമ്മൾ പറയുന്ന ഒരു റിട്ടേൺ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൂടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നു. അതും കുട്ടികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കും. കാരണം റിബല്യസ് ആയിട്ടുള്ള പല വ്യക്തികളുടെയും ജീവിതത്തിലെ ശൈശവ കാലഘട്ടത്തിലേക്ക് അവർ വളർന്നു വരുന്ന വികസനത്തിന്റെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇതുപോലെ സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള ഒരു പാരന്റിങ് സ്റ്റൈല് ഇവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഓർക്കണം, ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ജനറ്റിക് ആയിട്ടുള്ള തീർച്ചയായിട്ടും ജനിതക പാരമ്പര്യമുണ്ട്, അത് ഒരു 50%. ഈ 50% ചേർത്ത് വെക്കാൻ പറ്റുന്നതും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉടനീളം ഉഴച്ചു നിൽക്കുന്നതുമായിട്ടുള്ള ശൈലി എന്ന് പറയുന്നത് അവൻ ജനിച്ചു വളരുന്ന സാഹചര്യങ്ങളും അവനെ പോറ്റി വളർത്തുന്ന മാതാപിതാക്കളുടെയുമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ആരോഗ്യകരമായ പാരന്റിങ് സ്റ്റൈലിനെ കുറിച്ചും അല്ലെങ്കിൽ രക്ഷകർത്തൃത്വത്തെ കുറിച്ചും കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഓരോ ചെറിയ കാര്യങ്ങളിലും വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. കാരണം ഒരു കുഞ്ഞെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു വ്യക്തി മാത്രമല്ല, അവൻ ഒരു കുടുംബത്തെ സൃഷ്ടിക്കുന്നുണ്ട്, ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നുണ്ട്, സമൂഹത്തിലെ നിലപാടുകളെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പം അത്രയേറെ റിസോഴ്സ്ഫുൾ ആണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. ആ മനുഷ്യനെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പം പലപ്പോഴും നമ്മൾ ഞാൻ പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിങ്ങിലൊക്കെ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ പറയും, നിങ്ങൾക്ക് എന്തെല്ലാം തിരക്കുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. എന്ന് വെച്ച് അവരുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ മാറ്റിവെക്കുക എന്നുള്ളതല്ല. അവർക്കൊരു മേന്മയേറിയ സമയം നമ്മൾ കൊടുക്കണം കുഞ്ഞിന്റെ വളർച്ചയിൽ. എൻ്റെ കുഞ്ഞ് തെറ്റായ ഒരു പാതയിലൂടെയാണോ പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന്റെ വളർച്ചയിലെ ബാധിക്കുന്ന മറ്റു എന്തെങ്കിലും കാര്യങ്ങൾ സാഹചര്യത്തിൽ നിന്ന് വന്നിട്ടുണ്ടോ, സൊസൈറ്റിയിൽ നിന്ന് കയറിയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കൾ തന്നെ കുട്ടികളെ വളർത്തണമെന്നുണ്ടോ, അല്ലെങ്കിൽ അവര് ആ ഒരു കാലഘട്ടത്തിൽ വേണമെന്നുണ്ടോ? സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് ഒരു ജനറ്റിക് ബയോളജിക്കൽ പാരന്റ്സ് തന്നെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതാണ് എപ്പോഴും ഒരു ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കത് കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെതായിട്ടുള്ള ഒരു കുറവ്, മേന്മക്കുറവ് ചിലപ്പോൾ മക്കളുടെ വളർത്തലിലും ഉണ്ടാകും. പക്ഷെ മാതാപിതാക്കള് കൂടെ നിന്ന് മക്കളെ വളർത്തുക. ഇപ്പൊ നമ്മള് ഇത്രയും പ്രായം വരെയുണ്ടോ, അല്ലെങ്കിൽ ഇത്ര പ്രായം വരെയാണ് നിർബന്ധമായിട്ടും മാതാപിതാക്കൾ വേണ്ട? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ എന്ന് പറയുന്നത് പ്രായഭേദമന്യേ അഭേദ്യമായ ഒരു ബന്ധമുള്ളതാണ്, അല്ലെ? ഇപ്പൊ നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുമ്പോഴും മേ ബി ചിലപ്പോൾ നമുക്ക് അവരെക്കാൾ കൂടുതൽ ഒരു എഡ്യൂക്കേഷൻ ലെവലിൽ നമ്മൾ ഉയർന്നു കാണാം, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായ രീതിയിൽ നമ്മൾ ഉയർന്നു കാണാം. പക്ഷെ എങ്കിലും അനുഭവങ്ങളുടെ വെളിച്ചത്തിലും ആ ഒരു ബന്ധത്തിന്റെയൊക്കെ വെളിച്ചത്തില് നമുക്ക് മാതാപിതാക്കളുടെ ഒരു കാണുന്നത്, അല്ലെങ്കിൽ അവരെ നമ്മൾ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞ പോലെ ഒരു കാണപ്പെടുന്ന ദൈവത്തിന്റെ ഒരു അവസ്ഥയിലാണ് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ കാണേണ്ടത്. അപ്പൊ ആ ഒരു വളർച്ച എങ്ങനെ സംജാതമായി, നമുക്ക് അവരോടുള്ള കുഞ്ഞുനാളിലെ ഒരു ബന്ധമാണ്. അപ്പൊ ഈ കുട്ടികൾക്ക് തോന്നണം, എൻ്റെ മാതാപിതാക്കള് എന്നെ വളർത്താൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം കാഴ്ചവെച്ചു എന്നുള്ളത്. ചില കുട്ടികളെയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് അവരുമായിട്ട് സംസാരിച്ചു കഴിയുമ്പോഴത്തേക്കും, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ കൂടുതലും കുഞ്ഞുങ്ങളാണ് വരുന്നത്. അപ്പൊ കുട്ടികളുടെ പെരുമാറ്റ വൈകല്യമായിട്ട്, സ്വഭാവ പ്രശ്നങ്ങളായിട്ട്, അക്കാഡമിക്കൽ അതായത് വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഇടയ്ക്ക് ഒത്തിരി റെഫറൻസ് വരാറുണ്ട്, കുഞ്ഞുങ്ങൾ വരാറുണ്ട്. അപ്പൊ ഞാൻ ഈ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കും. ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരു കുടുംബത്തില് മാതാപിതാക്കൾ എങ്ങനെയാണെന്നുള്ള കാര്യം ബാക്കി എല്ലാവരേക്കാൾ കൂടുതലായിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് അറിയാം.
അച്ഛൻ എന്താണ് അമ്മയോട് പറയണത്, അമ്മയ്ക്ക് എന്താണ് സങ്കടമായത്, അമ്മ ആ ഒരു സമയത്ത് എന്നോട് എങ്ങനെയാണ് പെരുമാറിയത്, ഇതെല്ലാം ഈ കുഞ്ഞുങ്ങൾ ഒപ്പിയെടുക്കുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം, അതായത് പണ്ട് കാലത്ത് നമ്മുടെ മാതാപിതാ അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, നമ്മുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാം കുഞ്ഞുങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. ഇന്ന് ഇതൊന്നും നിങ്ങൾ അറിയേണ്ട എന്നുള്ളൊരു, അതായത് തുറന്ന ചർച്ചയിൽ കുഞ്ഞുങ്ങളെ ചേർക്കുന്നില്ല പലപ്പോഴും. ഞാൻ പറയും അത് അങ്ങനെയല്ലേ വേണ്ടത്? അതിനെ കുറിച്ച് തീർച്ചയായിട്ടും നല്ലൊരു പാരന്റിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന ഒരു പോസിറ്റീവ് പാരന്റിങ് എന്ന് പറയുന്നത്, ക്രിയാത്മകമായിട്ടുള്ള ഒരു രക്ഷകർത്തൃത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ അറിയണം എന്ന് വെച്ച് ഇപ്പൊ ചില കാര്യങ്ങൾക്ക് ശരിയാണ് സ്വകാര്യത വേണം. നമ്മുടെ വീട്ടിലെ ചില രഹസ്യാത്മകതകൾ സൂക്ഷിക്കാനായിട്ട് മുതിർന്നവർക്ക് ഒരു അവസരം കൊടുക്കണം, അവർക്കൊരു സ്പേസ് ഉണ്ട് അതിന്. പക്ഷേ ബാക്കി കാര്യങ്ങളിൽ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പൊ കുഞ്ഞിന്റെ അച്ഛൻ എന്താ ജോലി, എവിടെ അച്ഛൻ ജോലിക്ക് പോകുന്നത്, എന്താ ചെയ്യുന്നത്, അമ്മ എന്താ ചെയ്യുന്നത്, നമ്മുടെ വീട്ടിൽ ഇപ്പം ആരൊക്കെയാണ് നമ്മുടെ ഏറ്റവും സ്വന്തത്തിലുള്ളത്, നമ്മൾ ആരെയൊക്കെയാണ് സഹായിക്കേണ്ടത്, അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങള്, പഠന ചെലവുകൾ, ഇതൊന്നും പലരും അറിയുന്നില്ല, കുട്ടികൾ അറിയണം. ഞാനിപ്പോ സാധാരണ ഞാൻ ചിലപ്പം നമ്മുടെ അടുക്കൽ വരുന്നവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോഴത്തേക്കും ചിലപ്പോ ഈ കുഞ്ഞിനെ കൊണ്ടുവരുന്ന അച്ഛനും അമ്മയും ഇട്ടിരിക്കുന്ന ഡ്രസ്സും ഈ കുഞ്ഞിട്ടിരിക്കുന്ന ഡ്രസ്സും തമ്മിൽ അജഗജാന്തരം ഒരു വ്യത്യാസമുണ്ട്. ഞാൻ സാധാരണ ചോദിക്കും, എങ്ങനെ ഇപ്പൊ ഒരു ഡ്രസ്സ് നിങ്ങളുടെ വീട്ടിൽ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ പറയും എന്തെങ്കിലും സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഉടുപ്പില്ല അല്ലെങ്കിൽ ഡ്രസ്സ് ഇല്ല ആ സമയത്ത് വാങ്ങിക്കാം. നിങ്ങൾ എങ്ങനെയാണ് ആ ഡ്രസ്സ് വാങ്ങിക്കാനുള്ള ഒരു ഫണ്ട് എങ്ങനെയാണ് നിങ്ങൾ ക്രമീകരിക്കുന്നത്? എങ്ങനെയാണ്? അച്ഛൻ്റെയും അമ്മയുടെയും ഡ്രസ്സിന്റെ കാര്യത്തിലോ അവരുടെ ആവശ്യങ്ങളുടെ കാര്യത്തിലോ ഒന്നും ഒരു പരിഗണനയില്ല. അത് മാറ്റിവെച്ചിട്ടാണ് മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഒരു ചെരുപ്പ് വാങ്ങിക്കാൻ ഒരു പ്രാവശ്യം അച്ഛൻ അമ്മയുടെ കയ്യിൽ 2000 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, അപ്പൊ 2 മക്കളുണ്ട്, 2 മക്കൾക്കും ചെരുപ്പ് വാങ്ങിക്കണം. അപ്പൊ ഈ അമ്മ പറയാണ്, സിസ്റ്റർ എന്റെ ചെരുപ്പ് ഞാൻ പൊട്ടിയിട്ട് പിന്നെ തുന്നി ഇട്ടുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാം. പക്ഷെ ഒരിക്കലും ഈ അച്ഛൻ ഈ പൈസ കൊടുക്കുമ്പോൾ അന്ന് അമ്മയ്ക്കും കൂടി മേടിക്കണം എന്ന് പറയില്ല, മക്കൾക്ക് വാങ്ങിക്കുക. മക്കൾ അവിടെ ചെല്ലുന്നു, പിന്നെ അടിപിടിയാണ്. 2000 രൂപയിൽ 1500 രൂപയുടേത് ഒരാൾക്ക് വേണം, അടുത്ത ആൾക്ക് അപ്പൊ വേണം. അത് ഞാൻ എന്ത് ചെയ്യും? അപ്പൊ അവിടെ ഈ ഒരു 2000 രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് 2 പേർക്കും ചെരുപ്പ് മേടിക്കാണ്ട് അമ്മയ്ക്കും വാങ്ങിക്കാനുണ്ട്. അപ്പൊ ഇതിന് ആ ഒരു ഡിവിഷൻ കൊടുത്ത് പറഞ്ഞു വിടാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അമ്മ ചെരുപ്പിടുന്നുണ്ട് എന്നൊരു ബോധം പോലും ഉണ്ടാവില്ല. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്, ഇന്നുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഏത് രീതിയിലുള്ളവരുമായിക്കോട്ടെ, ഏത് സോഷ്യോ എക്കണോമിക്കൽ സ്റ്റാറ്റസിലുള്ളവരുമായിക്കോട്ടെ, നമ്മുടെ കുടുംബത്തിന്റെ വരുമാനവും ചെലവും എങ്ങനെ അത് ക്രോഡീകരിക്കണം എന്നുള്ളതും എല്ലാവർക്കും ആവശ്യമുണ്ട് എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഞാൻ പറയും, ചില സമയങ്ങളിലൊക്കെ ചില ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നു, മക്കൾക്ക് വേണ്ടി മാത്രം വാങ്ങിക്കുന്നു. അപ്പൊ അത് മക്കൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. പക്ഷെ അതല്ല അതിന്റെ ശരി. മക്കളറിയണം എൻ്റെ അച്ഛനും അമ്മയും അത് കഴിക്കും. ഓക്കെ, അറ്റ്ലീസ്റ്റ് അവർക്ക് ഈ മക്കൾക്ക് കൊടുത്തതിൽ നിന്നൊരു വീതം വയ്ക്കാനെങ്കിലും നമ്മള് കുട്ടികളെ പ്രാപ്തരാക്കണം, അത് പറഞ്ഞു കൊടുക്കണം. മാതാപിതാക്കളോട് ഞാൻ പറയും, കുട്ടികൾ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ആ വീതം വെച്ച് തരുമ്പോഴത്തേക്കും, ഇപ്പൊ ഭക്ഷണമായിരിക്കാം, അല്ലെ അവർക്ക് കിട്ടിയ ഒരു കാര്യമായിരിക്കാം, ഇപ്പൊ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒരു മിഠായി ആയിരിക്കാം, ചോക്ലേറ്റ് കൊണ്ടുവന്ന് നിങ്ങളുടെ ഇടയ്ക്ക് വന്ന് വേണോ എന്ന് ചോദിക്കുമ്പോൾ വേണോന്ന് പറയണം. നമ്മളും വാങ്ങിക്കണം, അവരും അറിയണം ഈ ഒരു കാര്യത്തിന് ഓക്കെ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാം. അപ്പൊ ഈ ഒരു പങ്കുവെക്കാനുള്ളൊരു മനസ്ഥിതി മനോഭാവം ഒക്കെ മാതാപിതാക്കളിൽ നിന്നാണ് മക്കൾക്ക് രൂപപ്പെട്ട് കിട്ടുന്നത്. ഇതാ ഗുഡ്നസ് TV അഭിമാനത്തോടെ പ്രേക്ഷകർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഗുഡ്നസ് TV ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആപ്പിൾ TVയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Stay with God. നമ്മുടെ ഒരു വ്യാപാര സ്ഥാപനങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഇപ്പം ഓൺലൈൻ മാർക്കറ്റുകളിലൊക്കെ ആണെങ്കിലും മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സമ്പ്രദായം വളരെ ടെക്കിയാണ് അല്ലെ. ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് അതിൻ്റെ അകത്ത് കയറുന്നുണ്ട്. പലപ്പോഴും ഈ കോംബോ ഓഫർ അല്ലെങ്കിൽ 3 എടുത്ത 1 ഫ്രീ എന്നൊക്കെയുള്ള ചില ഡിസ്കൗണ്ട് ഏരിയാസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും
കുട്ടികളാണ് ഇത് പെട്ടെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് വെക്കുന്നത്. പറയും ഇതെടുത്താ ഇത് കിട്ടും. അതായത് ഈ സാരി മേടിക്കുമ്പോൾ മൊട്ടുസൂചി ഫ്രീ എന്ന് പറഞ്ഞ പോലെയാണ് ചില സമയങ്ങളിൽ കുട്ടികളുടെ ചില കളിപ്പാട്ടുകൾ, കളിക്കോപ്പുകൾ അല്ലെങ്കിൽ അവരുടെ പഠന സാധനങ്ങൾക്കൊക്കെ ഓഫർ കൊടുക്കുന്നത്. അപ്പൊ ഇതിലാണ് അവർക്കൊരു ഹരം. ഇപ്പോൾ ഒരു കുട്ടിയോട് ഞാനിങ്ങനെ ചോദിച്ചു, ഇപ്പൊ കിൻഡർ ജോയ് എന്ന് പറയുന്ന ആ ഒരു ചോക്ലേറ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഭയങ്കര വഴക്കാണ്. അപ്പൊ അതിനൊരു അഡിക്ഷൻ പോലെ ഈ കുഞ്ഞ്. ഇപ്പൊ ഏകദേശം ഒരു 6 വയസ്സേ ഉള്ളൂ ആ കുട്ടിക്ക്. ഇപ്പൊ കൊണ്ടുവന്നപ്പോ ഞാൻ ചോദിച്ചു, മോൻ എന്താ ഇങ്ങനെ എപ്പോഴും ഇത് തന്നെ വേണോന്ന് പറഞ്ഞത്? എനിക്ക് ആ ചോക്ലേറ്റിനേലും ഇഷ്ടം അതിനകത്ത് എന്നെങ്കിലും ഒരു ചെറിയൊരു ടോയ് കാണും. ഇതാണ് തീരെ ചെറിയ ടോയ് ആണ്, പക്ഷെ അതാ കുഞ്ഞിനെ വല്ലാതെ. അപ്പൊ അതൊരു നമ്മൾ പറയുന്ന മാർക്കറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പിന്നാലെ പോകുമ്പോ ഇത് എങ്ങനെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇതിന്റെ വില എന്താണ്, ഇതിന്റെ മൂല്യം എന്താണ് എന്ന് അറിയാതെ പോകുന്നുണ്ട്. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ടത് ഞാൻ ഓർക്കാറുള്ള ഒരു കാര്യം, മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് അതിനോടൊരു താങ്ക്ഫുൾ ആയിട്ട് സ്വീകരിക്കാനുള്ളൊരു മനസ്ഥിതി അത് വളരെ കുറവായിട്ട് എന്ന് തോന്നുന്നുണ്ട്. ഇപ്പം ഞാനൊരു കുറ്റപ്പെടുത്തലല്ല, പക്ഷെ ഒരു ഓർമ്മിപ്പിക്കലാണ്. ഇങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്നത് കൊണ്ടാണോ? അതായത് പറയുമ്പോൾ തന്നെ വാങ്ങിക്കൊടുക്കുന്ന ഒരു ശീലമാണല്ലോ എന്ന്. അതുകൊണ്ട് ഇപ്പൊ ചില കുട്ടികള് ഒരു പ്രാവശ്യം ഒരു കുഞ്ഞിന്റെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല കാണാതെ പോയി. അപ്പൊ കുട്ടിയോട് ചോദിച്ചു എവിടുന്നാ പോയെ, എങ്ങനെയാ ചോദിച്ചപ്പോ കുട്ടിക്ക് അത്ര വലിയ പിടുത്തമില്ല. കുട്ടി പറഞ്ഞ് ഞാൻ കളിക്കാൻ പോയിരുന്നപ്പോഴത്തേക്കും പുറത്തെവിടെയോ പോയതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ അച്ഛനും അമ്മയും വളരെ അത് എവിടെ പോയി എന്നൊക്കെ ഓർത്തുകൊണ്ട് അവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പം കുട്ടിയുടെ ഗ്രാൻഡ് പാരൻസ് അവിടെ മുഴുവനും തപ്പി നടക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഗ്രാൻഡ് പാരന്റ് ഒരാള് ഇങ്ങനെ നമ്മൾ പറയത്തില്ലേ, നമ്മൾ ചില മധ്യസ്ഥരോടൊക്കെ പ്രാർത്ഥിക്കും, അയ്യോ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ആ പള്ളി വന്നേക്കാം, അല്ലെങ്കിൽ ആ നേർച്ച ഇട്ടേക്കാം. പ്രാർത്ഥിച്ചുകൊണ്ട് കൊച്ചൊന്ന് ചോദിക്കുന്നതാ, അയ്യോ എന്തിനാ ആ പുണ്യാളിനോടൊക്കെ പറയണത്, ഈ സാധനം ആ കടയിൽ ഇനിയും ഉണ്ടല്ലോ ഒത്തിരി, ചെന്ന് വാങ്ങിച്ചാൽ മതിയല്ലോ എന്നുള്ളത്. അപ്പൊ കുട്ടിയുടെ മനസ്സിൽ ആ ഒരു രീതിയിലുള്ളൊരു കാര്യമാണ്. അതിന് എത്രമാത്രം വിലയുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പുറകിലുള്ള ഒരു കാഴ്ചപ്പാട്, അതിന്റെ കഷ്ടപ്പാട്, അത് വാങ്ങിത്തരുന്നതൊന്നും അറിയുന്നില്ല കുട്ടികൾ. പിന്നെ അതുപോലെ തന്നെ ചില കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വലിച്ചിട്ട് പിന്നെ ഒരു ഏറാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുവിനോടും നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ എന്താ പറയുന്നത്, എല്ലാ കാര്യത്തിനും അയ്യോ തൊട്ട് വന്നിച്ചെടുക്കണമെന്നല്ല ഞാൻ പറയണത്. അതൊരു മാനസിക അവസ്ഥയാണ്, ഒരു മനോഭാവമാണ്. ഞാൻ ഒരിക്കൽ ഒരു ഡോക്ടർ കപ്പിളിന്റെ മാതാപിതാക്കളുടെ മക്കളാണ്, 4 കുട്ടികളുണ്ട്. ഒരു ദിവസം ഞങ്ങളൊരു നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ ഞങ്ങൾ കാണാൻ വന്നു. അപ്പോൾ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ എന്നുള്ള രീതിയിൽ അപ്പം ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോഴത്തേക്കും ഡോക്ടർ പറയുക ചെയ്തത്, സിസ്റ്റർ ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വളർന്നു വന്നതുകൊണ്ട് തന്നെയും ഞങ്ങൾ ഒരു 5-6 മക്കളുണ്ടായിരുന്നത് കൊണ്ട് തന്നെയും ഞങ്ങൾക്ക് പല കാര്യങ്ങൾക്കും സ്കേഴ്സിറ്റി ഉണ്ടായിരുന്നു, ലഭ്യത കുറവുണ്ടായിരുന്നു. അപ്പൊ കഷ്ടപ്പാടുകളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ അറിഞ്ഞിരുന്നു. അപ്പൊ അതിലൂടെ കടന്നു വന്നതുകൊണ്ട് ഇപ്പോൾ ഇവൻ കഷ്ടപ്പാടുകളൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഓരോ സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അതിനൊരു ത്യാഗം ഏറ്റെടുക്കണം എന്ന് ഞാൻ പഠിപ്പിക്കാറുണ്ട്. ഇതുപോലെ തന്നെ ഇപ്പൊ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേക്കാണെങ്കിലും ആ ചെരുപ്പ് ഇടുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ചെരുപ്പ് ഊരുമ്പോൾ ശ്രദ്ധിക്കണം, ആ ചെരുപ്പ് എൻ്റെ കാലിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് എൻ്റെ കാലിൽ മുള്ള് കൊണ്ടില്ല, അല്ലെ എൻ്റെ കാലിന് കേടുപാടുകളില്ലാതെ എൻ്റെ കാല് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. സോ വി ആർ ഹാവിങ് ഒരു താങ്ക്ഫുൾ ഹാർട്ട്, അതെല്ലാത്തിനോടും വേണം. അപ്പം അങ്ങനെ ഡോക്ടർ പറയുക ചെയ്തേ, എൻ്റെ മൂത്ത കുഞ്ഞ് ഒരു ദിവസം ഓടി വന്നിട്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് സോറി എന്ന് പറഞ്ഞ കേട്ടു. അപ്പം പെട്ടെന്ന് ഡോക്ടർ ഓർത്തിത് ആരോടെ സോറി പറയുന്നതെന്ന്. അതായത് അവൻ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോഴത്തേക്കും അവൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നുപോയി. തിരിച്ചു വന്നപ്പോൾ ബൾബ് കത്തിക്കിടക്കുന്നു. സോ ആ കുഞ്ഞിലുണ്ടായ അവൻ ആ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് സോറി എന്ന് പറയുവാണ്. അപ്പൊ അതൊരു നമ്മൾ പറയുന്നത് അതൊരു ആറ്റിറ്റ്യൂഡാണ്. ഭയങ്കരമായിട്ടും എനിക്കത് താങ്ക്ഫുൾ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നമുക്കും അത് നമ്മളെ വിസ്മയിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഇതുപോലെ തന്നെ പറയുകയാണ്, അവരുടെ വീട്ടില് ആന്റിയാണ് അവർക്ക്, കാരണം ഇവർ രണ്ടുപേരും ഡ്യൂട്ടിക്ക് പോകും, വേറെ ആരും ഇല്ല. അപ്പം ഒരു ആന്റി ഉണ്ട്, മെയ്ഡുണ്ട് അവർക്ക്, അവരാണ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൊടുക്കുന്നത്. പക്ഷെ ഈ കുട്ടികള് സ്കൂളിൽ പോകുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ
ആ ആൻറ്റിയെ സമർപ്പിക്കുന്നു, ആൻറ്റിയുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു. എന്നിട്ട് അവർ പറഞ്ഞു അപ്പൊ ഈ ആൻറ്റിക്ക് ഒരു ഫാമിലി ഉണ്ടല്ലോ, ആൻറ്റിയുടെ ഫാമിലിയിലെ ആൻറ്റിയുടെ മക്കളെ കാണാതെയല്ലേ ആൻറ്റി ഞങ്ങളെ നോക്കുന്നത്. സോ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട്സ് ആണ്. ഇതൊക്കെ ആ ഒരു കുഞ്ഞുങ്ങളിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഓർത്ത് എടുക്കാൻ സാധിക്കണം. മാതാപിതാക്കളുടെ പങ്ക് ഒരു കുടുംബത്തിലേക്ക് വരികയാണ്. അപ്പൊ ആ കുട്ടികൾ വലുതായി വരുമ്പം എല്ലാവരോടും ഒരു പ്രത്യേകമായിട്ടൊരു റെസ്പെക്ട് ഉണ്ടാകും. ഇവൻ ഡോക്ടർ പറയുവാണ്, ഞാന് തിയേറ്ററിലേക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ പോകുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടാണ് പോകുന്നത്, ഇത്തിരി സർജറി ഉണ്ട് എനിക്ക് എന്നൊക്കെ. അപ്പൊ ഇവര് ആ രോഗികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. എന്നിട്ട് അവർ പറയണത് എൻ്റെ അപ്പായ്ക്ക് അത് നന്നായിട്ട് ചെയ്യാനായിട്ട് രോഗികൾ സ്റ്റേബിൾ ആയിരിക്കണം, അവരുടെ ഫാമിലി സ്റ്റേബിൾ ആയിരിക്കണം. സോ ഞാൻ ഓർക്കുന്ന അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പലപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണോ കിട്ടുന്നത്, അവരെന്താണോ കാണുന്നത്, അത് മാത്രമേ അവർക്കുള്ളൂ. അതിന്റെ പുറകിലേക്കുള്ള അധ്വാനങ്ങളെ അവര് തിരിച്ചറിയുന്നില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഈ ഒരു മാനസികാരോഗ്യ ചർച്ച നടത്തുന്നു, എത്രയോ പേർക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതില് ഇപ്പൊ നമ്മളെ മാത്രമേ പ്രേക്ഷകർ കാണുന്നുള്ളെങ്കിലും ഇതിന് പുറകിൽ പിന്നിൽ പ്രവർത്തിക്കുന്നവര് എത്രയോ പേരുണ്ട്. അവരുടെ ത്യാഗപൂർണമായിട്ടുള്ളൊരു പ്രവർത്തനം, അവരുടെ ഡെഡിക്കേഷൻ, ഇനി അവരെ ആ ഒരു ഡെഡിക്കേഷനിലേക്കും അല്ലെങ്കിൽ നമുക്കറിയാം ഇവിടേക്ക് ആയിരിക്കുമ്പോഴത്തേക്കും ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് അവർക്ക് വേണം. ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡിലേക്ക് അവരെ കൊണ്ടുവരണമെങ്കിൽ ആര് വേണം? അവർക്കൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലി സിസ്റ്റം വേണം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം പ്രേക്ഷകർ കാണുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ എത്രയോ പേരാണ്, എത്രയോ പേരുടെ ഡെഡിക്കേഷൻ, സ്നേഹം, അല്ലെങ്കിൽ എത്രയോ പേരുടെ സഹനം ഇതിനാവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്നവരിൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു നോട്ടിഫിക്കേഷൻ കൂടി അവർ മനസ്സിലാക്കുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള എസൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ ഒരു പ്രാക്ടിക്കൽ റെലത്തിൽ നിന്ന് വരേണ്ടതാണ്. അതായത് പ്രാക്ടീസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അതായത് ഒരു നന്മ നിറഞ്ഞൊരു മനസ്സ്, ഒരു നന്ദി നിറഞ്ഞ ഹൃദയം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരാളിൽ വരുന്നതല്ല. ഇറ്റ്സ് എ പ്രാക്ടീസ്, ഒരു പരിശീലനം ആവശ്യമാണ്. അപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് എല്ലാ സെക്കൻഡ് സാറ്റർഡേയിലും ഒരു ഗ്രൂപ്പ് തെറാപ്പി ഉണ്ട്. അവിടെ സോഷ്യൽ സ്കിൽ ട്രെയിനിങ് ഉണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ട്രെയിനിങ് ഉണ്ട്, അവിടെയൊക്കെ ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. അവിടെയൊക്കെ ഞാനും നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന നമ്മുടെ സൈക്കോളജിസ്റ്റും തെറാപ്പിസ്റ്റും ഒക്കെ ചെയ്യുന്ന കാര്യവും ഇതുപോലെയാണ്. അവര് ഇന്ന് കഴിച്ച ഭക്ഷണം, ഓക്കെ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറയുന്നു. എന്താ കഴിച്ചത്, ആരാ ഉണ്ടാക്കിയത്? അപ്പൊ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നത് ഒരു പാത്രത്തില് ഇഡലിയോ ദോശയോ അല്ലെ അപ്പോ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ മാത്രം, അത് മാത്രമേ ഉള്ളൂ. അതിന്റെ പിന്നിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ സംസ്ഥാനത്തോ ഇവൻ നമ്മുടെ രാജ്യത്ത് പോലും അല്ലായിരിക്കാം ഇതിൽ പ്രവർത്തിച്ചവരുടെ കരങ്ങളിരിക്കുന്നത്. ഓക്കെ, എത്രയോ പേരുടെ ബുദ്ധി, സമയം എല്ലാം ഉണ്ട്, അധ്വാനം എല്ലാം ഉണ്ട്. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു വഴിയൊരുക്കുക, അതൊരു നല്ലൊരു പാരന്റിങ്ങിന്റെ ഒരു ടിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക. ഇതോടൊപ്പം തന്നെയുള്ള വേറൊരു കാര്യമാണ് ഒരു സോറി, അതായത് ഒരു അപ്പോളജി. ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരിക്കൽ ഓർക്കുകയായിരുന്നു, ഒരു കുഞ്ഞ് നേഴ്സിങ്ങിന് വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിയാണ്, പുള്ളിക്കാരത്തി +2 ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം നഴ്സിങ്ങിന് പോകണമെന്ന് പറഞ്ഞ് നഴ്സിങ്ങിന് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് സ്റ്റെയർ കേസിൽ നിന്നൊന്ന് വീണു, ഫ്രാക്ചറായി. അപ്പം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അറ്റൻഡൻസ് ഷോർട്ടേജ് വന്നു. ആ ഒരു ഇയർ ഔട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ പിന്നീടും തിരിച്ച് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു നഴ്സിംഗ് ജോലി എന്ന് പറയുന്നത് ആ ഫീൽഡ് ഇത്തിരി ബുദ്ധിമുട്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഒരു കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങുവാണ്. ഈ ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങിയതിന് ശേഷം ആ കുട്ടി സംസാരിക്കാൻ വന്നപ്പോൾ പറഞ്ഞത്, സിസ്റ്റർ, ആ ഒരു പ്രൊഫഷൻ എനിക്ക് നഷ്ടമായി എന്നതിനേക്കാൾ കൂടുതലായിട്ട് ആ ഒരു സീറ്റ്, ആ ഒരു വർഷം പ്രൊവൈഡ് ചെയ്തൊരു സീറ്റ് വേറൊരാൾക്ക് നഷ്ടപ്പെട്ടില്ലേ, കാരണം ഞാൻ മൂലം നഷ്ടപ്പെട്ടു. ഇപ്പം ഒരിക്കലും ഇങ്ങനത്തെയുള്ളൊരു അപ്പോളജി കാര്യങ്ങൾ അമിതമാകാനും പാടില്ല. കാരണം അതൊരു കുറ്റബോധത്തിലേക്കോ ഒരു സെയിം ബ്ലെയിമിങ്ങിലേക്കൊക്കെ വന്നാലും പ്രശ്നമാണ്. കാരണം അതൊരു കൂടുതലായിട്ടുള്ളൊരു ഈ ഒരു ആങ്സൈറ്റി
രീതിയിലേക്കോ അല്ലെ ഡിപ്രഷനിലേക്കോ അല്ലെ സ്വയം ചുരുങ്ങുന്ന അവസ്ഥയിലേക്കൊക്കെ കൊണ്ടുപോകും. അതും പാടില്ല. പക്ഷേ നമ്മൾ പറയുന്ന നിയതമായ രീതിയിലുള്ള ഒരു അപ്പോളജി അതെ. നമുക്കുണ്ടാവണം. ഇപ്പം ചില കുട്ടികളൊക്കെ സ്കൂളിൽ താമസിച്ചു വരുന്നു, ടീച്ചേഴ്സ് ചിലപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ താമസിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഉടനെ വന്ന ബസ്സിനെ കുറ്റം പറയും, ബസ്സിന്റെ ഡ്രൈവറെ കുറ്റം പറയും, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി തന്ന അമ്മയെ കുറ്റം പറയും. അതായത് അവരുടെ നല്ല പ്രശ്നം അടുത്ത ആളുടെയാണ്, നേരെ ആയിരിക്കാം. പക്ഷെ എങ്കിൽ പോലും കുട്ടി താമസിച്ചു പോയി, ഐ എം ലേറ്റ്, ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ കുഞ്ഞിലുണ്ടാവണം. ഇത് പറഞ്ഞപ്പോഴാണ് ഇത് ഇഷ്ടപ്പെട്ട ഭക്ഷണം മുമ്പിൽ എത്തില്ലെങ്കിൽ അമ്മമാരെ കുറ്റം പറയുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അമ്മയുടെ കഷ്ടപ്പാട് തിരിച്ചറിയാൻ പോലും ആ ഒരു അത്രത്തോളം ഒരു വിശാലമായ മനസ്സിലേക്ക് കുട്ടികളെ എത്തിക്കാൻ സാധിക്കുന്നില്ല പലപ്പോഴും. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിൽ നമുക്കറിയാം റെഡി ടു ഈറ്റ് ഫുഡ് അവൈലബിൾ ആണ്. അപ്പൊ ഈ ഒരു സമയത്തൊക്കെ കുട്ടികൾ ചോദിക്കുന്നത് എനിക്കതങ്ങ് വാങ്ങിച്ചു തന്നാ പോരെ, അല്ലെങ്കിൽ അത് വാങ്ങിച്ചുകൊണ്ട് പോവാ ഞാൻ കഴിച്ചോളാം. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ കുട്ടികളുടെ ബിഹേവിയറൽ പ്രോബ്ലംസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോഴത്തേക്കും ഓരോ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യും. എന്തൊക്കെയാണ് അവന്റെ പെരുമാറ്റങ്ങൾ, ഈ പെരുമാറ്റം ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഉണ്ടാവണത്, ഏതൊക്കെ ആൾക്കാർ, അതായത് അപ്പനോ അമ്മയോ ആരുടെ പ്രസൻസിലാണ് ഈ ഒരു കാര്യം ഉണ്ടാകുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് ബിഹേവിയറൽ അനാലിസിസ് നമ്മൾ എടുക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, പലപ്പോഴും ഈ മാതാപിതാക്കളാണ് ഇതിനൊക്കെ ബേസിസ് ആയിട്ട് ചിലപ്പോൾ നിൽക്കുന്നത്. അതായത് അവന് ഇഷ്ടമുള്ള ഭക്ഷണം നിനക്ക് ഉണ്ടാക്കി കൊടുത്താൽ എന്താ, അത് വാങ്ങിച്ചാൽ എന്താ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വരുമ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വേണം, പിടിവാശിയിലേക്ക് വരികയാണ്. നമ്മളെപ്പോഴും ഓർക്കണം, അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡറുമായിട്ട് ഒരു വ്യക്തി വരുമ്പോൾ അവരുടെ ഹിസ്റ്ററി ഞങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു വ്യക്തിയിലെ അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡറിന്റെ ഒരു കാരണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഭക്ഷണത്തോടുള്ള ഡിസഗ്രിമെന്റ് ആണ്. ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്തൊരു കുഞ്ഞ് ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും പല പ്രശ്നങ്ങളോടും, അതായത് അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഓർത്ത് നമ്മുടെ അതായത് നമ്മുടെയൊക്കെ ആദ്യകാലങ്ങളിൽ നമ്മുടെയൊക്കെ പഴയ വീടുകളിലൊക്കെ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നു, എല്ലാവരും കഴിക്കുന്നു. കുട്ടിക്ക് ഏതാണോ ഇഷ്ടം അതാണ് മെനു കൊണ്ടുവരുവാണ്, ഇന്നയാൾക്ക് ഇന്നത് ടിക്കറ്റ് പോകുവാണ് അമ്മ ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, കുഞ്ഞുനാളിലെ തന്നെ ഭക്ഷണത്തോട് ഒരു അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുഞ്ഞിനെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ പല സാഹചര്യങ്ങളോടും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു മോൾഡിങ്, പരുവപ്പെടുത്തൽ കുഞ്ഞിൽ നടക്കും. അത് നല്ലൊരു അറിവാണ്. കാരണം മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. അടുത്തയാഴ്ച പുതിയൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നന്ദി.